ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്തതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ വസ്തുതാപരമോ അല്ലെങ്കിൽ ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ എന്ന വിഷയത്തിൽ നാം ചില എപ്പിസോഡുകൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിൽ കൂടെ നാം ചിന്തിച്ചു വന്നത് പ്രത്യേകിച്ച് മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് നാം എപ്പോഴും ഒരു അഡ്വൈസായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മിഷൻ എന്താണെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കൊടുക്കുന്നുണ്ട്. അതായത് വ്യാജ നോഷൻസിനെ തടഞ്ഞിട്ട് അല്ലെങ്കിൽ തെറ്റായ വിശ്വാസ ധാരണകളെ തടയുന്നതോടൊപ്പം ക്രിസ്ത്യൻ വിശ്വാസികളെ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ സജ്ജരാക്കുക എന്നതാണ് ഈ ക്രിസ്തു വീഡിയോയുടെ പരമ്പരയുടെ ലക്ഷ്യം. ഒരു മതത്തെയോ ഒരു വിശ്വാസത്തെയോ ക്രിട്ടിസൈസ് ചെയ്യുവാനോ ചോദ്യം ചെയ്യുവാനല്ല, സത്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് വ്യക്തമാക്കുക. അതിൽ കേൾക്കുന്നവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. സത്യത്തെ തിരഞ്ഞെടുക്കണമോ അവരുടെ നിത്യമായ ജീവൻ്റെ വിഷയത്തിലായതുകൊണ്ട് വേണ്ടയൊന്ന് തീരുമാനിക്കുന്നത്. ഈ വിഷയത്തിൽ നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. യേശു ക്രിസ്തു വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടുവോ? ആമേൻ. അതുപോലെ തന്നെ യേശു ക്രിസ്തു ദൈവം എവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ? മറ്റൊന്ന് ത്രിത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന വാക്ക് നിങ്ങളുടെ ബൈബിളിലുണ്ടോ? അതേപോലെ തന്നെ യേശു ക്രിസ്തു ദൈവമായിരിക്കെ അവൻ ആരോടാണ് എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? ഈ വിഷയങ്ങളെല്ലാം നാം വിശകലനമായിട്ട് ചിന്തിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ, ദൈവത്വത്തെയും അവൻ്റെ പ്രായശ്ചിത്വത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് ഖുറാനിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 923 AD അൽ താബരി എന്നൊരു വ്യക്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അവനെപ്പോലെ സാദൃശ്യമായ ഒരാളെ സൃഷ്ടിച്ചിട്ട് അവനെയാണ് ക്രൂശിച്ചത്, അവൻ മരിച്ചിട്ടില്ല എന്ന് എഴുതി വയ്ക്കാൻ കാരണം മാനവജാതിയുടെ വീണ്ടെടുപ്പിന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് നിരപ്പിക്കുവാൻ, റീകൺസൈൽ ചെയ്യുവാൻ വേറെ യാതൊരു മാർഗവുമില്ലാതെ ഇരിക്കെ ദൈവം തന്നെ മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി അവതരിച്ച് മനുഷ്യൻ്റെ മേൽ ഡിവൈൻ ജസ്റ്റിസ് അല്ലെങ്കിൽ ദൈവനീതി വിധിച്ചതായിട്ട് നിത്യമായ മരണമെന്ന ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരക്കാരനായി മരിച്ച യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാനവജാതിയെ ഒന്നടക്കം ഒരു തെറ്റായ മതവിശ്വാസത്തിൽ കൂടെ മാനവജാതിയെ മുഴുവൻ ഡിസെപ്ഷനിലേക്ക് തള്ളിക്കളയുക എന്നതാണ് ഈ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുടെ, ഈ തെറ്റായ ധാരണകളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് മാനവജാതിയെ വല്ലവിധേനയും സത്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, സത്യം ഗ്രഹിപ്പിച്ചുകൊണ്ട് സത്യം മുഖാന്തരം അവരെ സ്വതന്ത്രമാക്കുവാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയത്തിൽ കഴിഞ്ഞ വിഷയത്തിൽ നാം ചിന്തിച്ചു. എങ്ങനെയാണ് ഈ ഡിസെപ്ഷൻ, ഇസ്ലാമിക് സ്റ്റാൻഡേർഡ് നെറേറ്റീവ്സ് അല്ലെങ്കിൽ SIN സിന്നിൽ കൂടെ കടന്നു വന്നത്? അതിനുവേണ്ടി നമുക്ക് അല്പമായിട്ട് ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലോക മതങ്ങൾക്കും രാജ്യങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിൽ ആരംഭ കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരുന്ന ഭൂമിശാസ്ത്രപരവും മതപരവുമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് അല്പമായിട്ടും ചിന്തിക്കേണ്ടി വന്നു. അതിനവസ്ഥമായി നമുക്ക് അടുത്ത് ഇന്ന് ഈ എപ്പിസോഡിൽ ചിന്തിക്കുവാനുള്ളതാണ് ഡിഡ് മുഹമ്മദ് ഡിസ്ക്രൈബ് ഇൻ ഖുറാൻ വാസ് റിയലി എക്സിസ്റ്റഡ്? ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന മുഹമ്മദ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്നൊരു വിഷയം. ഇനി തുടങ്ങിയുള്ള എപ്പിസോഡുകൾ വളരെ സീരിയസ് ആണ്, വളരെ ഷോർട്ടാക്കിയിട്ടും എന്നാൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലസ് റിലീജിയസ് ഡാറ്റകളെ അനാലിസിസ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ വാസ്തവത്തിൽ ഇങ്ങനൊരു വ്യക്തി ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തി അവതരിപ്പിക്കത്തക്കവണ്ണം വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, അതോട് സാദൃശ്യമായ വേറൊരു പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിസെപ്ഷനിൽ കൂടെ ഇങ്ങനെ വരാൻ കാരണമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പോൾ ഈ ഡിസെപ്ഷൻ എന്നതിൻ്റെ ഡിക്ഷണറി മീനിങ് എന്താണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുകയാണ്. ഡിസെപ്ഷൻ ഈസ് ആൻ ആക്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മിസ്ലീഡ്സ്, ഹൈഡ്സ് ദ ട്രൂത്ത് ഓർ പ്രൊമോട്ട്സ് എ ബിലീഫ്, കൺസെപ്റ്റ് ഓർ ഐഡിയ ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഇറ്റ് ഈസ് ഓഫൻ ഡൺ ഫോർ പേഴ്സണൽ ഗെയിൻ ഓർ അഡ്വാൻറ്റേജ്. വിക്കിപീഡിയയിൽ നിന്നാണ്. ഡിസെപ്ഷൻ എന്നത് തെറ്റിദ്ധരിപ്പിക്കുകയോ സത്യം മറച്ചു വയ്ക്കുന്നതോ സത്യമല്ലാത്ത ഒരു വിശ്വാസമോ ആശയമോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയോ പ്രസ്താവനയാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മൻ ഒരു ഫ്രേസായിരിക്കുന്ന അല്ലെങ്കിൽ ജർമ്മൻ ഒരു ചൊല്ലായിരിക്കുന്ന ബിഗ് ലൈ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ കൂടെ ഈ കാര്യമൊന്ന് വളരെ സാമർത്ഥ്യമായിട്ട്
പരിശ്രമിച്ച് നോക്കി. ഈ കാലഘട്ടത്തിൽ ഗാസയും ഇസ്രായേലുമായിട്ടുള്ള വിഷയത്തിൽ ഈ കാര്യം വളരെ ശക്തമായിട്ട് മിഡിൽ ഈസ്റ്റിൽ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും വളരെ ശക്തമായി പ്രചരിപ്പിച്ചു. ഈവൻ യൂണിവേഴ്സിറ്റികളെ പോലും ഇളക്കി മറിച്ചത് നിങ്ങൾക്കറിയാൻ സാധിക്കും. അതിൻ്റെ ബേസിസ് എന്താണെന്ന് നമുക്ക് ഈ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അല്ലെങ്കിൽ ജർമ്മൻ ചൊല്ലായിരിക്കുന്ന ബിഗ് ലൈനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ വസ്തുതപരമായി തെറ്റാണെങ്കിലും സമർത്ഥിക്കുന്ന രീതിയിൽ വ്യക്തമായ സത്യത്തേക്കാൾ നന്നായി ഫലിപ്പിക്കാൻ നുണയ്ക്ക് കഴിയും എന്ന പ്രൊപ്പഗണ്ട രീതിയാണ് പെരുന്തുണ അല്ലെങ്കിൽ ബിഗ് ലൈ എന്ന് പറയുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ ആത്മകഥയായ മെയിൻ കാഫിൽ ഇതേപ്പറ്റി വിശദീകരിക്കുന്നു. നുണയാണെന്ന് അറിയാവുന്ന കാര്യം സത്യമാണെന്ന രീതിയിൽ പലതവണ ആവർത്തിച്ചാൽ അതിനെ ചോദ്യം ചെയ്യുന്നതിലും എളുപ്പത്തിൽ അതിനെ വിശ്വസിക്കാൻ ആൾക്കാർ തയ്യാറാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ ഹിറ്റ്ലർ പറഞ്ഞത്. സത്യമാണെന്ന് സത്യമല്ല, വ്യാജമാണെന്ന് അവതരിപ്പിക്കുന്നവർക്ക് നല്ലവണ്ണം അറിയാമെങ്കിലും ചില പൊളിറ്റിക്കൽ മോട്ടിവേഷനോ റിലീജിയസ് മോട്ടിവേഷനോ കൊണ്ടോ ആ സത്യത്തെ മറച്ചു വെച്ച് കേൾക്കുന്നവരുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യത്തക്കവണ്ണം വ്യാജത്തെ തന്ത്രപരമായിട്ട് പ്രയോഗിക്കുന്ന രീതിയാണ് ഈ ബിഗ് ലൈ എന്ന് പറയുന്നത്. ഇത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിശേഷ സ്പിരിച്വൽ വർഷിപ്പുകളും അല്ലെങ്കിൽ സ്പിരിച്വൽ മെസ്സേജുകളും പറയുന്നവരുടെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ ബുദ്ധി കൊണ്ടല്ല, ഇത്തരം വ്യക്തികളിൽ റിലീജിയനുകളിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റുകളുമായിട്ട് ദൈവം വളരെ വളരെ ആഴത്തിൽ ആ കാര്യങ്ങളെ ആ സ്പിരിറ്റുകളുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുവാനും അവയുമായിട്ട് ദൈവവചന പ്രകാരം യുദ്ധം ചെയ്യും, ആത്മീക യുദ്ധം ചെയ്ത് അവയെ കൊണ്ട് തന്നെ ഇത് സത്യമല്ല അത് പറയിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടാണ്. വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. ദൈവനെ വിളിച്ച് വേർതിരിച്ചിരുന്നതും ഈ വിഷയങ്ങളെ നിങ്ങളുടെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇതിൻ്റെ ആഴങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവത്തിലൂടെ ഒരു റിലീജിയനെ കുറ്റം പറയല്ല, ഓരോ ഇതിൻ്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ കരുതുന്നത് അവരിൽ കുറേയധികം പേര് ഇത്തരം സ്പിരിറ്റുകളെ അനുഭവിക്കുന്നവരാണ്, അത്തരം സ്പിരിറ്റുകളെ കാണുന്നവരാണ്. എന്നാൽ അവർ കരുതിയിരിക്കുന്നത് വാസ്തവത്തിൽ സ്പിരിറ്റുകൾ ഉണ്ടതാണ്. ഉദാഹരണത്തിന് മറിയയുടെ തന്നെ അനേക രൂപങ്ങളുണ്ട്, അനേക സ്പിരിച്വൽ ഫോമുകളുണ്ട്. അവർ കരുതിയിരിക്കുന്നത് യേശുവിന് ജന്മം കൊടുത്ത മറിയെ തന്നെയാണെന്നതാണ്. എന്നാൽ ദൈവവചനത്തിൽ ഒരു ശരീരത്തിൽ നിന്ന് ഒരു പ്രാണനും ആത്മാവും വിട്ടുപോയാൽ പിന്നീട് അതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ യാതൊരു അവകാശമില്ലാന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മൾ ഫ്രീ വില്ലുള്ളവരാണ്, ഫ്രീ മോറൽ ഏജൻ്റാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ നമുക്ക് അധികാരമുണ്ട്. അതിന്മേൽ ഇൻഫ്ലുവൻസ് തരാനല്ലാതെ അതിന്മേൽ കർത്തൃത്വം നടത്തുവാൻ ദൈവത്തിനോ പൈശാചിക ലോകത്തിനോ സാധ്യമല്ല. നാമാണ് അതിൻ്റെ ഉത്തരവാദികൾ. അതുകൊണ്ടാണ് നാം തന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നതും അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണം. ഇതുവരെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ മറിയെ പോലെ അവർ പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ മറിയ പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവർ കരുതുന്നത് മരിച്ചുപോയ മറിയയുടെ ആത്മാവാണെന്നാണ് അനേക വിശുദ്ധന്മാരെന്ന് പറയുന്നത് കൊണ്ട്. അതുപോലെ മുഹമ്മദ്, അല്ലെങ്കിൽ ഹൈന്ദവ ദൈവങ്ങൾ, ഇത്തരം ദൈവം എൻ്റെ ഇഷ്ടത്തിനല്ല, ദൈവം അനുവദിക്കുന്ന വിധത്തിൽ അത്തരം സ്പിരിറ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം സ്പിരിറ്റുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാനുമായിട്ട് സമ്പർക്കം ചെയ്യാത്തക്കൊണ്ട് അടുപ്പിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യത്തക്കവണ്ണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലും അത്തരം സ്പിരിറ്റുകളെ കൊണ്ട് സമ്മതിപ്പിക്കും. അത് അവരുടെ നിലപാട് തെറ്റാണെന്ന്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 5 ക്ലാസ്സുകളിൽ വളരെ ഉയർത്തി പറഞ്ഞൊരു വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ അറ്റോൺമെൻറ്റ് കൂടാതെ അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്വം കൂടാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ വായിന്ന് പുറപ്പെട്ടതിന് ഭേദഗതി വരുത്തുകയില്ല, ഞാൻ എൻ്റെ നിയമത്തിന് ഭേദഗതി വരുത്തുകയില്ല. ദൈവം ഒരു വ്യക്തിത്വം ദൈവമെന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു സർവജ്ഞാനിയായിരിക്കണം, സർവശക്തനായിരിക്കണം, സർവ്വവ്യാപിയായിരിക്കണം, നിത്യനായിരിക്കണം, അനന്യനായിരിക്കണം. അനന്യൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ. അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ അവൻ തന്നെ കീഴ്പ്പെട്ടിരിക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് ഇളവ് ചെയ്യുകയോ ഭേദഗതി വരുത്തിയോ അവന് മാറ്റം സംഭവിച്ചു, പിന്നെ അവൻ ദൈവമല്ല. നാം ഒരു ഫ്രീ മോറൽ ഏജൻ്റ് ആയിരിക്കെ ദൈവത്തിൻ്റെ പ്രമാണത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലോയെ, ഡിവൈൻ ലോയെ അവൻ പോലും
നിർബന്ധിതനായിരിക്കുന്ന ആ ഡിവൈൻ ലോക്ക് ഭേദഗതി വരുത്തിയാൽ പിന്നെ അവൻ ദൈവമല്ല. മാനവജാതിക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവം സുപ്രീമാണ്, സർവത്തിൻ്റെ മീതി ആയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ആർബിട്രറി വില്ലിൽ അല്ലെങ്കിൽ സ്വേച്ഛ അധികാരത്തിൽ അവൻ സകലം ചെയ്യുന്നു എന്നാണ്. അത് തീർത്തും തെറ്റാണ്. കാരണം ദൈവവും ആ നിയമത്തിന് വിധേയപ്പെട്ടവനാണ്. ദൈവമല്ല നിയമം ഉണ്ടാക്കുന്നത്. ദൈവരാജ്യം മോറൽ ഗവൺമെൻറ്റാണ്. മോറൽ ലോയാണ് മോറൽ ഗവൺമെൻറ്റിനെ ഭരിക്കുന്നത്. അതായത് മോറൽ ഗവൺമെൻറ് അല്ലെങ്കിൽ മോറൽ ലോ എന്ന് പറഞ്ഞാൽ ആ ദൈവരാജ്യത്തിലുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ, ദൈവം, ദൂതന്മാർ, മനുഷ്യർ, ഇവരാണ് ഈ ദൈവരാജ്യത്ത് അല്ലെങ്കിൽ മോറൽ ഗവൺമെൻറ്റിൽ പെട്ടിട്ടുള്ളത്. ഈ മോറൽ ഗവൺമെൻറ്റിൽ പെട്ടിരിക്കുന്നവരുമായിട്ടുള്ള തമ്മിലുള്ള റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലോയാണ് ഈ മോറൽ ലോ എന്ന് പറയുന്നത്. അതൊരു പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതല്ല, ഈ വ്യക്തിത്വങ്ങളുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ക്രീം എന്ന് പറഞ്ഞാൽ ഡു ഗുഡ് അല്ലെങ്കിൽ അതിന് ഗ്രീക്കിൽ അഗാപ്പെ എന്ന് പറയും. നിർവ്യാജമായ സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം അതിന്, അല്ലെങ്കിൽ പ്രതിഫല ഇച്ഛ കൂടാതെയുള്ള സ്നേഹം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഈവൻ അറ്റോൺമെൻറ്റ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കരുതിയിരിക്കുന്നത്? ദൈവം മാനവജാതിയെ ഒരു അറ്റോൺമെൻറ്റ് കൂടെ നിരപ്പിക്കാൻ സാധിക്കുമെന്ന്. ഇമ്പോസിബിൾ. അനേകർക്കൊരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് ദൈവം പാപം ക്ഷമിക്കുന്നു, ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്താ? ദൈവത്തോട് പാപം ഏറ്റു പറഞ്ഞ് ദൈവം ക്ഷമിച്ചാൽ എന്താ സംഭവിക്കുന്നത്? മാനവജാതിയുടെ ഉള്ളിൽ പാപം ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ, ദൈവം ക്ഷമിക്കുമല്ലോ എന്ന ഒരു ഇമ്പ്യൂണിറ്റി, അതായത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള ഒരു മനോബോധം കടന്നു വന്ന് പിന്നെ ശിക്ഷയെ ഭയപ്പെടുകയില്ല. അത് ദൈവരാജ്യത്തിൽ ഒരിക്കലും നടക്കുകയില്ല. നമ്മുടെ ഫിസിക്കൽ ഗവൺമെൻറ്റുകളിൽ നടക്കും, കോഴ കൊടുത്തോ മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തെറ്റിന്ന് ഒഴിഞ്ഞു പോകാം. പക്ഷേ ഡിവൈൻ ഗവൺമെൻറ്റിൽ അങ്ങനെയൊന്നുമില്ല. അത് ദൈവരാജ്യത്തെ ഗവൺമെൻറ്റൽ ഫോമിൽ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, ഈ വിവരിച്ച വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഈ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നറേഷൻ അല്ലെങ്കിൽ സിൻ എന്ന് പറയുന്ന ഈ മുസ്ലിമിൻ്റെ ക്ലെയിമുകളായിരിക്കുന്ന ഈ വിഷയം, ഒന്നാമത്തെ ഒരു വിഷയമാണ് മുഹമ്മദ് എന്നൊരു വ്യക്തിത്വം. പറഞ്ഞിരിക്കുന്നത് ഈ മുഹമ്മദ് മെക്ക എന്ന സ്ഥലത്ത്, സൗദി അറേബ്യയിലെ മെക്ക എന്ന സ്ഥലത്ത് AD 570 ജനിച്ചു എന്നാണ്. 610 തുടങ്ങി ദൈവത്തിൽ നിന്ന് റെവലേഷൻസ് പ്രാപിച്ചു തുടങ്ങിയെന്നാണ്. മിറാജ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് വിവരിക്കും. അതായത് മെക്കയിൽ നിന്ന് ജെറുസലേമിലേക്ക് അവൻ്റെ രാത്രിയിൽ ഫ്ലൈ ചെയ്ത് എടുത്തുകൊണ്ടുപോയി പാറവെ നിർത്തിയെന്നും അവിടെ നിന്നും 7ാം സ്വർഗത്തിൽ വരേക്കും സൂപ്പർ നാച്ചുറൽ പവറോടുകൂടെ എടുക്കപ്പെട്ടുവെന്നും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര സമയം പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വിഷയമായിട്ട് ഡിസ്കസ് ചെയ്തെന്നും ഒരു ദിവസത്തിൽ 50 പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു നിയോഗം കിട്ടുകയും അവിടുന്ന് താഴോട്ട് വരുമ്പോൾ 5ാം സ്വർഗത്തിൽ വെച്ച് മോശയെ കാണുകയും മോശ അത് ചോദിക്കുമ്പോൾ 50 ടൈംസ് എന്ന് പറയുമ്പോൾ നോ, അത് കൂടുതലാണ്, നീ വീണ്ടും പോയി ദൈവത്തോട് ചോദിക്കുമ്പോൾ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ 45, 40, 35, 30 അങ്ങനെ വന്ന് അനേക പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മോശ അവസാനം 5 എന്ന് പറയുമ്പോൾ 5 ടൈംസ് പെർ ഡേ എന്ന് പറയുമ്പോൾ സമ്മതിക്കുന്നു. ദെൻ ഗോഡ് ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അയച്ചു എന്നാണ്. ഇവിടെ തന്നെ നമുക്കൊരു കാര്യം വരുന്നത്, മോശയാണോ ദൈവത്തെക്കാളും വലുത്? ഇങ്ങനെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ഇതിനാണ് മിറാജ് എന്ന് പറയുന്നത്. അതിനുശേഷം മൈഗ്രേറ്റ് ടു മദീന, സൗദി അറേബ്യ തന്നെയുള്ള മറ്റു സ്ഥലമാണ് മദീന. 622 മൈഗ്രേറ്റ് ചെയ്തെന്നാണ്, ദൈവം അവിടെ അയച്ചു എന്നതാണ്. അതിനുശേഷം 630 വീണ്ടും മദീനയിൽ പോയതിനു ശേഷം എന്തെല്ലാം നടന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചിന്തിക്കും. 630 AD വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്നുവെന്നും 632 മരിച്ചുവെന്നും അവൻ്റെ ഒരു ഭാര്യ വിഷം കൊടുത്തു എന്നാണ് ചരിത്രങ്ങളൊക്കെ പറയുന്നത്. അതെന്തുമാകട്ടെ, അടുത്തൊരു വിഷയം, അങ്ങനെ മുഹമ്മദാണ് മാനവജാതിയുടെ റെഗുലേഷൻസിന് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കിയതെന്നും അത് അവന് ദൈവത്തിൽ നിന്നൊരു ഫൈനൽ റെവലേഷനായിട്ട് ലഭിച്ചതെന്നാണ് ഖുറാനും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നറേറ്റീവ് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നറേറ്റീവ് എന്താണെന്ന് ഞാൻ അല്പത്തിൽ കൂടെ നിങ്ങൾക്ക് വിശദീകരിക്കാം. അടുത്ത് പറയാണ് ദ ബുക്ക് ഖുറാൻ, അതായത് his revelation was sent down only to him between 610 to 632. അതിനകത്ത് പറയുന്നത്, it is the greatest, the only perfectly preserved and final revelation. It covers all previous revelations. അതായത് യേശു ക്രിസ്തുവിന് കൊടുത്തു തുടങ്ങി മുൻപ് പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ റെവലേഷൻസും എല്ലാ വെളിപ്പാടുകളും തന്നെ സൂപ്പർസീഡ് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു.
ദ ഖുറാൻ ഈസ് അൺക്രിയേറ്റഡ്. ഇത് സൃഷ്ടിക്കപ്പെട്ടതല്ല. എക്സിസ്റ്റ് എറ്റേണലി ഓൺ ക്ലേ ടാബ്ലറ്റ്സ് ഇൻ ഹെവൻ. ഖുറാനിലെ സൂറ 85:22 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മാനവജാതിക്ക് നമ്മുടെ മനസ്സാക്ഷി തന്നെ പറയുന്നത് എറ്റേണൽ അല്ലെങ്കിൽ നിത്യൻ എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവൻ മാത്രമുള്ളൂ. ദൈവത്തിൻ്റെ അടുത്ത് ഒരു ക്ലേ ടാബ്ലറ്റ് നിത്യമായതുണ്ടെന്ന് പറഞ്ഞ് അത് ഡ്യുവാലിറ്റിയായി. പിന്നെ ദൈവമേകനെന്ന് ഖുറാൻ പോലും പറയാൻ സാധിക്കുകയില്ല. അടുത്തൊരു കാര്യം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. ഖുറാൻ വാസ് സെൻഡ് ഡൗൺ ടു മുഹമ്മദ് between 610 to 632. Then the Quran was complete by Uthman in 652. Quran is unchanged in the last 1400 years. അടുത്തൊരു കാര്യം പറയുന്നത് സ്ഥലം മക്ക എന്ന് പറയുന്ന സ്ഥലം was the city Muhammad was born in and lived in for the first 52 years of his life. അതേപോലെ തന്നെ ആദാമിനെ ഹവ്വയും പുറത്താക്കിയതും അബ്രഹാം, ഇസാക്ക്, യാക്കൂബ് തുടങ്ങിയുള്ള മാനവജാതിയുടെ അല്ലെങ്കിൽ ഏദൻ തോട്ടം തുടങ്ങിയ ആദാമിന് ഹവ്വയിലൂടെ ഹ്യൂമാനിറ്റിയുടെ ഡെവലപ്മെൻറ്റ് മുഴുവൻ നടന്നതും മക്ക എന്ന സ്ഥലത്തു നിന്നാണെന്നും ഏകദേശം 300 ശ്രേഷ്ഠന്മാരെ പ്രവാചകന്മാരെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം മക്കയാണെന്നും അങ്ങനെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബിസിനസ് സെൻ്റർ ആണെന്നൊക്കെയാണ് മക്കയെക്കുറിച്ച് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഒന്നൊന്നായിട്ട് ചിന്തിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളത് എ മാൻ നെയ്മഡ് മുഹമ്മദ്, എ ബുക്സ് നെയ്മഡ് ഖുറാൻ, എ പ്ലേസ് നെയ്മഡ് മെക്ക ആൻഡ് ദ ടൈം ദ ലേറ്റ് 7th century. ഈ വിഷയങ്ങൾ നാം ഒന്നൊന്നായിട്ട് വിശകലനം ചെയ്യുമ്പോൾ റിലീജിയസ് വേയിലും ഹിസ്റ്റോറിക്കൽ വേയിലും ഹിസ്റ്റോറിക്കൽ പ്രൂഫുകൾ എടുത്തുകൊണ്ട്, അതായത് കോയിൻസ്, റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്, മാനുസ്ക്രിപ്റ്റ്സ് ഇതെല്ലാം എടുത്തുകൊണ്ട് വാസ്തവത്തിൽ ഈ പറയുന്ന ഈ 4 ക്ലെയിമുകൾ, പ്രധാനപ്പെട്ട 3 ക്ലെയിമുകൾ, ദ മാൻ മുഹമ്മദ്, ദ ബുക്ക് ഖുറാൻ, ദ പ്ലേസ് മെക്ക എന്നുള്ളത് വാസ്തവമാണോ? അല്ലെങ്കിൽ ഇതേപോലൊരു വ്യക്തി, ഇതേപോലൊരു പുസ്തകം, ഇതേപോലൊരു സ്ഥലം ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടന്നു? ഇത് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ക്ലെയിം ചെയ്യുന്നെങ്കിൽ വാസ്തവത്തിൽ സത്യം എന്താണെന്ന് മനുഷ്യരെ ഗ്രഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് മുഹമ്മദിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അതിൻ്റെ ഒരു എന്താ പറയുന്നത് ടൈം ലൈൻ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ടൈം ലൈൻ ഇട്ടിട്ട് ഒന്ന് ചിന്തിക്കുകയാണ്. മുഹമ്മദ് AD 570 ജനിച്ചു എന്നാണ് പറയുന്നത്. അതിനാദ്യമായിട്ട് ഖുറാൻ്റെ വെളിപ്പാട് കിട്ടിയത് 610 ഒരു ഗുഹയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിബ്രയിൽ എഞ്ചിയൽ കൊണ്ട് റെവലേഷൻ കൊടുത്തെന്നാണ് പറയുന്നത്. അവൻ്റെ ഭാര്യയാണ് അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണെന്നും അത് ഗബ്രയിലാണെന്നും അങ്ങനെ ആദ്യമായിട്ട് അവനെ പ്രവാചകനെന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതും. അതിനുശേഷം മിറാജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മിറാജിനെ കുറിച്ച് അല്പം നമ്മൾ ചിന്തിക്കും. അതിനുശേഷം 622 പറയുന്നതാണ് മെദീനയിലേക്ക് അതിനെ വിളിക്കുന്ന പേരാണ് ഹിജ്റ എന്ന് പറയും. അടുത്തതാണ് 630 തിരിച്ച് മക്കയിലേക്ക് വരുന്നു. അതുവരെ 632 മുഹമ്മദ് മരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അവൻ്റെ ലൈഫ് സ്പാനാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഹിസ്റ്റോറി എഴുതുന്ന അബൂബക്കറിൻ്റെ ആണ്. അതായത് അബ്ബാസിൻ ഡൈനാസ്റ്റിയിൽ വരുന്നതായിട്ടുള്ള അബൂബക്കർ, പിന്നീട് ഉമർ ഭരിക്കുന്നു, അതിനുശേഷം ഉസ്മാൻ ഭരിക്കുന്നു, അതിനുശേഷം അലി ഭരിക്കുന്നു. ഈ 4 പേരാണ് ഈ അബ്ബാസിഡിയൻസ് അല്ലെങ്കിൽ അബ്ബാസിയൻ രാജ്യത്വമെന്നോ അല്ലെങ്കിൽ സാമ്രാജ്യമെന്നോ ഡിസ്റ്റനിന്നോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം, ഡൈനാസ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊണൗൺസിയേഷനിൽ വരുന്ന തെറ്റുകൾ, ഞാൻ ഇപ്പോൾ ഈ മലയാളം ഇംഗ്ലീഷും കൂടെ പറയുന്നത് കൊണ്ട് പെട്ടെന്ന് പ്രൊണൗൺസിയേഷനിൽ വരുന്ന തെറ്റുകൾ ക്ഷമിക്കണം. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇതുമേ കയറി ക്രിട്ടിസൈസ് ചെയ്യാൻ പോകണം. നിങ്ങൾ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്ത് നോക്കുമ്പോൾ കൺക്ലൂഷൻ, ഇസ്ലാം വാസ് ഫുള്ളി ഫോംഡ് ഇൻ ദ ഹിജാസ് ബൈ 661. 61 ഇസ്ലാം എന്ന മതം ഫുള്ളി ഫോമായെന്നാണ് നമുക്ക് ഈ പുസ്തകങ്ങളിൽ കൂടി അവർ ക്ലെയിം ചെയ്ത വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഹൗ ഡു വി നോ ഓൾ ഓഫ് ദിസ് അബൌവ്? വേർ ഡിഡ് ഇറ്റ് കം ഫ്രം? ഈ കാര്യങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ മുഹമ്മദ് മരിച്ചത് പറയുന്നത് AD 630 632 അപ്പോൾ ഇതിൻ്റെ ബയോഗ്രാഫി ഇതിനോട് പാരലായിട്ട് നമുക്ക് ബൈബിളിലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ച് കൊണ്ട് മിഖ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബെത്ലഹേമിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ബെത്ലഹേം നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിൽ പ്രഭുവായിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ നിന്ന് ഉത്ഭവിക്കും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവചിച്ചൊരു പ്രവചനം. ആ പ്രവചനം നടന്നു എന്ന്
മറിയയ്ക്ക് ദൂത് കൊടുക്കുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും തന്നെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അവന് ചെന്നനെ ഇവിടെ നടന്നു, എങ്ങനെ നടന്നു, ഇത് കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രങ്ങൾ അവിടെ തുടങ്ങി ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, അസെൻഷൻ, സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ, അവനോട് കൂടെ ഉണ്ടായിരുന്ന, അവന് ഉദരത്തിൽ വഹിച്ച മറിയ, അവനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അതേ കാര്യങ്ങൾ ജീവിച്ചിരുന്നവർ, അതേപോലെ തന്നെ ഫസ്റ്റ് സെഞ്ചുറി സെക്കൻഡ് സെഞ്ചുറി ഉണ്ടായിരുന്ന ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നതിനെ പറയും ബയോഗ്രാഫി, അല്ലെങ്കിൽ ബ്ലാക്ക് ലെറ്റേഴ്സ്. ഇംഗ്ലീഷ് ബൈബിളുകളിലാണെങ്കിൽ ബ്ലാക്ക് ലെറ്റേഴ്സിൽ. അടുത്തൊന്നാണ് സേയിങ്സ്. അത് അപ്പോൾ ഇവിടെ ഈ സിറാസ് പറയുന്നത് ആദ്യം ഒരു ധാരണയുണ്ടായിരുന്നു ഇബിൻ ഇഷാഖാണെന്ന്. വെച്ചാൽ അത് കൃത്യമായ പ്രൂഫുകളൊന്നും കിട്ടുന്നില്ല. എന്നാൽ AD 833 ഇബിൻ ഹിഷാം എന്ന വ്യക്തിത്വം ആദ്യമായിട്ട് ഈ ബയോഗ്രഫി എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സുവിശേഷത്തിലാണെങ്കിൽ മാർക്കോസ് ആണ് ആദ്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിൽ പുസ്തകം എഴുതുന്നത്, സുവിശേഷം എഴുതുന്നത്. അങ്ങനെ പിന്നെ ആണെങ്കിൽ അൽ വക്കീത്ത് AD 835 എഴുതുന്നത്. ഇതാണ് ബയോഗ്രാഫിയുടെ കാര്യങ്ങൾ. അടുത്തത് പറയുന്നത് ഹദീദ് എന്ന് പറയും. അതായത് മുഹമ്മദ് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടവരിൽ നിന്നും ലഭിച്ച ഇൻഫർമേഷൻ എഴുതുന്നു, അതിനെ പറയുന്നതാണ് ഹദീദ്. അത് നമ്മൾ ബൈബിളിലാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ പ്രത്യേകിച്ചും ചുമന്ന ലെറ്ററിൽ എഴുതുന്നത് യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ എഴുതുന്നത്. ചില മലയാളം ബൈബിളിൽ മാത്രമേ നിങ്ങൾക്ക് റെഡ് കളറിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ബയോഗ്രാഫി, ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ എവിടെ നിന്നോ ഒരു കോപ്പി ചെയ്തതിൻ്റെ ഫോം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഹദീദ് എഴുതുന്നത് കുറച്ച് വ്യക്തികളുണ്ട്. അൽ ബുഖാരിയാണ് AD 870, ഷാഹിദ് മുസ്ലിമാണ് 875, തിർമിദി ആണ് 884 എഴുതിയത്. അതുപോലെ തന്നെ മഹാജേദാണ് 887 എഴുതിയിരിക്കുന്നു. അൽ ദാവൂദ് എഴുതിയിരിക്കുന്നു 889 എഴുതിയിരിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ സെയിൻസ് ആണ്. അതുപോലെ അഡ് നസായി എഴുതിയിരിക്കുന്നു 950. ഇത്രയും പേരാണ് നമ്മുടെ ബൈബിള് മത്തായി, മാർക്കോസ്, ലൂക്കോസ് ചരിത്രം എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്നത്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പിന്നീട് നോക്കും. അടുത്ത കാര്യമാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ പറയുന്നതാണ് തഫ്സീർ അല്ലെങ്കിൽ തരീഖ് എന്ന് പറയുന്നത്. ഈ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, ചർച്ചിൻ്റെ കാര്യങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ട് സത്യം ഏറ്റെടുത്തവർ തുടങ്ങി. അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തുടങ്ങി യേശുക്രിസ്തു ആരാണ്, അവർ കാത്തിരുന്ന മശിഹ തന്നെയാണെന്ന് ചരിത്ര പ്രവചനങ്ങളിൽ കൂടെ പ്രവചിച്ചുകൊണ്ട് പത്രോസ് 11 അപ്പോസ്തലന്മാരോടുകൂടെ പ്രസംഗിക്കുമ്പോൾ 3000 പേര് മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന സ്നാന ശുശ്രൂഷയ്ക്ക് കടന്നുവരികയായി. അങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ ചർച്ചുകളെ നിയന്ത്രിക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുവാനും എഴുതിയിരിക്കുന്ന കമൻട്രീസ് അല്ലെങ്കിൽ ലേഖനങ്ങളാണ് റോമ ലേഖനം തുടങ്ങിയുള്ള ലേഖനങ്ങൾ. മറ്റു കാര്യങ്ങളാണ് ചർച്ചിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നതാണ് തറീഖ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് AD 923 അൽ താബരി. ഞാൻ പല എപ്പിസോഡുകളിലും പറയുണ്ടായിരുന്നു. അൽ താബരിയാണ് AD 923 യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ലെന്ന് പറയുന്നത്. ഭയാനകമായൊരു വിഷയമാണ്. ഇവർക്ക് ഈ അറ്റോൺമെൻറ്റ് എന്താണ് ഇന്ന് മിക്കവാറും ക്രിസ്ത്യൻ ഗോളത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ല. ദൈവം പരിശുദ്ധനായിരിക്കെ, തൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് മാറ്റമില്ലാതിരിക്കെ, പാപം ചെയ്യുന്ന ദൈവയുടെ മേൽ ഡിവൈൻ ഗവൺമെൻറ്, ഡിവൈൻ ജസ്റ്റിസ് വിധിച്ചതായ ശിക്ഷ, നിത്യമായ മരണമെന്ന ശിക്ഷ ഇളവ് ചെയ്യുവാനോ മാറ്റുവാനോ അത് നടപ്പിലാക്കാതെ മാനവജാതിയോട് ക്ഷമിക്കുവാനോ ദൈവത്തിന് സാധ്യമല്ല. ഇത് വളരെ വ്യക്തമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കട്ടെ, എന്നെ കേൾക്കുന്ന ഏവരും മനസ്സിലാക്കട്ടെ. അങ്ങനെ ഒരു ദൈവം ക്ഷമിച്ചാൽ പിന്നെ അവൻ ദൈവമല്ല. കാരണം എന്താ, ദൈവരാജ്യത്തിനകത്ത് ഇമ്പ്യൂണിറ്റി കടന്നു വരും. ദൈവം ക്ഷമിച്ചുമുള്ള ഇന്ന് നിങ്ങൾക്ക് കാണുന്നില്ലയോ, എന്ത് തെറ്റ് ചെയ്താലും മനുഷ്യർ ഒരു ഭയമില്ല, ഒരു വെട്ടിക്കൊല്ലാൻ ഭയമില്ല, ശിക്ഷയില്ലല്ലോ എന്ന് തോന്നുന്നു. അഥവാ ഫിസിക്കൽ ഗവൺമെൻറ് തന്നെ പിടിക്കപ്പെട്ടാൽ നല്ല സൂപ്പർ വക്കീലന്മാരെ വെച്ചാൽ വേണമെങ്കിൽ രക്ഷപ്പെട്ടു പോരാ. ഇത്തരം കറപ്ഷൻസ് ഹ്യൂമൻ ഗവൺമെൻറ്റിൽ കടന്നിട്ട് ഡിവൈൻ ഗവൺമെൻറ്റും അതുപോലെ ആയിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ കടന്നു വരികയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ തരികട എന്ന് പറയുന്നത്. വ്യാജമാണെന്ന് അറിയാമെങ്കിലും വ്യാജത്തെ അവതരിപ്പിക്കുന്ന രീതിയിൽ തന്ത്രപരമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ വ്യാജം സത്യമാണ് എന്ന് മെനക്കെടാൻ മനുഷ്യൻ തയ്യാറാവില്ല. ഇപ്പം ഞാൻ 5 എപ്പിസോഡ്, 6ാമത്തെ എപ്പിസോഡുകളാണ്. 1ാമത്തെ എപ്പിസോഡ് കുറച്ചധികം ആൾക്കാർ കണ്ടു. 2ാമത് തുടങ്ങി ഈ ക്രിസ്ത്യൻ കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് ആൾക്കാർ താല്പര്യം അങ്ങ് കുറഞ്ഞു വരുന്നു. ഇതിനുവേണ്ടി മെനക്കെടുന്ന എന്തിനാ?
ഇതിന്മേൽ 2 കമൻറ്റ് എഴുതുന്നത് എന്തിനാ? നിങ്ങൾക്കൊരു സംശയം ചോദിക്കുന്ന എന്തിനാ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ പേരിൽ കുത്തിത്തിരിപ്പുകൾ വരുമോ? ഈ സത്യം ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണം. അതിനേക്കാൾ നല്ല മിണ്ടാതിരിക്കുന്നതല്ലേ നല്ല. എന്തിനാണ് നമ്മൾ മെനക്കെടിന് പോകുന്നത് എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങളുടെ പ്രാണൻ്റെ ആത്മാവിൻ്റെ രക്ഷ നടക്കണമെങ്കിൽ ഡിവൈൻ ലോയോട് നിങ്ങൾ പൂർണ്ണ അനുസരണത്തിൽ വന്നേ മതിയാകുകയുള്ളൂ. ദർ ഈസ് നോ ഡാർക്ക്നെസ് ഇൻ ഹെവൻ. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കിക്കോണം. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഒരുവരെ സ്വർഗത്തിലേക്ക് എടുക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് മാനവജാതിയുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പ്രായശ്ചിത്തമാകുവാൻ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചെന്ന് മാനവജാതിയുടെ മേലുള്ള പാപമെന്ന ശിക്ഷയുടെ ക്രോധാഗ്നി അവൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് അവന് മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവന് വിശ്വസിക്കുന്ന ഏവനെയും, ക്രിസ്ത്യാനി എന്നുള്ള പറഞ്ഞിരിക്കുന്ന ഏവനെയും സൗജന്യമായിട്ട് രക്ഷിക്കാം, സൗജന്യമായിട്ട് നീതീകരിക്കാം. പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല. യേശു ക്രിസ്തു ഒരു കാലത്ത് പാപിച്ചിയായിരുന്ന പോലെ ഡിവൈൻ ഗവൺമെൻറ് അവനെ കണക്കിടുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവനെ കണക്കിടുന്നത് ഒരു കാലത്ത് പാപം ചെയ്യാത്തവരായിട്ടാണ്. അങ്ങനെയുള്ളവരാണ് ദൈവത്തോടു കൂടെ വസിക്കാൻ പോകുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്രിസ്ത്യ അല്ലെങ്കിൽ വിശ്വാസം ചെയ്താൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം ക്രിസ്തീയ ജീവിതം എന്നല്ല, ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ വസിക്കുന്നത് എത്ര സീരിയസ് ആയ വിഷയമാണെന്ന്. ഇതിന്ന് വിട്ടതിന് ശേഷം ഇതുമ്പോൾ നിങ്ങൾക്ക് ഒരു മതക്രിയകൾ കൊണ്ടോ ഒരു കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതൊക്കെ മതങ്ങൾ, മതപുരോഹിതന്മാർ പോക്കറ്റ് അടിക്കാൻ വേണ്ടി ചെയ്യുന്ന വ്യാജ തന്ത്രങ്ങൾ മാത്രമാണ്. ഏതൊരു റിലീജിയനായാലും, ഞാനൊരു റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കൊരു റിലീജിയനിലും രജിസ്ട്രേഷനില്ല, എനിക്കൊരു റിലീജിയനില്ല. എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, ഞാൻ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവനാണ്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ദൈവം വസിക്കുന്ന മന്ദിരം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ശരീരമാണ്. ഹ്യൂമൻ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ഒരു മന്ദിരത്തിലും ദൈവം വസിക്കുന്നില്ല, ഒരു ബ്ലാക്ക് സ്റ്റോൺ മേലും വസിക്കുന്നില്ല. ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നാം കൺക്ലൂഷനിലേക്ക് വരുന്നത്, മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം 201 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് അവനെക്കുറിച്ചുള്ള ഹിസ്റ്ററി എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എടുക്കണം എത്ര ജനറേഷൻ കടന്നു പോയിട്ടും, ചുരുങ്ങിയത് ഒരു 4-5 ജനറേഷൻ കടന്നു പോയിട്ടുണ്ട്. ഈ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ യോദ്ധാക്കളായിരുന്നു, യുദ്ധങ്ങളിൽ മരിച്ചുപോയി. വളരെ കുറച്ച് പേര് മാത്രമേ ഈ മുഹമ്മദിന് കിട്ടിയ റെവലേഷൻസിനെ കുറിച്ച് മുഹമ്മദ് വെർബലായിട്ട് ട്രാൻസ്ഫർ പറയുമ്പോൾ എത്ര പേര് ഗ്രഹിച്ചിട്ടുണ്ടാവും, എത്ര പേർക്ക് അതിന് റീകളക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ സ്കൂളുകളിൽ എക്സാം കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, ടീച്ചേഴ്സിൻ്റെ നോളജിന് 70% ഞാനും ജോലി ചെയ്തിട്ടുള്ളതാണ്. ടീച്ചേഴ്സിൻ്റെ നോളജിൻ്റെ ഒരു 70% വേണമെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു 40 to 60% വരെ ഈ കുട്ടികൾ ഗ്രഹിക്കും. അതിനെ റീകളക്ട് ചെയ്യാൻ നാം എക്സാം വയ്ക്കുമ്പോൾ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നതിനാണ് നമ്മൾ എക്സാംസ് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദിൽ നിന്ന് നേരിട്ട് കേട്ടിരിക്കുന്ന, വെർബലായിട്ട് കേട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എത്ര പേർക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കും? 201 വർഷങ്ങൾക്ക് പല ആരിൽ മാറി വന്നിട്ട് അതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ അതിൻ്റെ ആ എന്താ പറയുന്ന യാഥാർത്ഥ്യത വസ്തുതപരമാണോ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അബ്ദുൽ മലിക് വരുന്നു. അതായത് അബ്ബാസിയൻ ഡൈനാസ്റ്റിയുടെ ആരംഭത്തിൽ വരുന്നതാണ് അബ്ദുൽ അൽ മലിക് എന്ന് പറയുന്നത്. AD 692 141 ഇയേഴ്സിന് ശേഷമാണിത് കൊണ്ടുവരുന്നത്. ഓക്കെ, അബ്ബാസിയൻ, അതായത് ഇവരുടെ 4 പേരും കൂടെ അബ്ബാസിയൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാമ്രാജ്യം എന്ന് പറയുന്നത് 749 ഫോം ആവുന്നത്, അതായത് 84 വർഷങ്ങൾക്ക് ശേഷം. അപ്പം നിങ്ങൾ നോക്കണതിൽ പക്ഷേ മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളോ ഏകദേശം 27 വർഷത്തിന് ഏറ്റവും അവസാന സുവിശേഷം എന്നത് യോഹന്നാനാണ് AD 90. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് ഏകദേശം AD 29. അവിടെ തുടങ്ങി ഏകദേശം 27 to 57 ഇയേഴ്സിനുള്ളിൽ അവനെക്കുറിച്ചുള്ള ബയോഗ്രാഫി, അവനെക്കുറിച്ചുള്ള സേയിങ്സ്, അവനെന്ത് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് 4 സുവിശേഷം നമ്മുടെ കയ്യിൽ ഇന്നുമുണ്ട്. അതിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് പ്രസിദ്ധമായിട്ടുള്ള ലണ്ടനിലെ ലൈബ്രറികളിൽ ഇന്നും അവൈലബിൾ ആണ്. റെഡ് സീ സ്ക്രോൾസ് ഇന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അനേക പ്രൂഫുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിനുശേഷം നമ്മൾ ചിന്തിക്കുന്നത് പറയുന്നത് കൺക്ലൂഷനിലേക്ക് വരുന്നത്, മുഹമ്മദ് വാസ് റിവീൽഡ് 84 years after the Abbasians created him. അബ്ബാസ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ അബ്ബാസിൻസിൻ്റെ ഡൈനാസ്റ്റി വരുന്ന സമയത്ത് സമീപത്തെ സ്ഥലത്തുള്ളതാണ് ബൈസാൻഡിയൻ എംപയർ. അവിടുത്തെ റിലീജിയനാണ് ട്രിനിറ്റേറിയൻ. അവിടെ തന്നെ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ജ്യൂസിനൊരു പുസ്തകമുണ്ട്, ജ്യൂസിന് പ്രൊഫറ്റിക്കൽ ലൈനുണ്ട്, ഇസഹാക്ക് തുടങ്ങിയത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന് ബൈബിൾ, പഴയ നിയമം പുതിയ നിയമം അടങ്ങുന്ന ബൈബിളുണ്ട്. അവരും ഉൽപ്പത്തി തുടങ്ങിയുള്ള 3:15 തുടങ്ങിയുള്ള മാനവജാതി രക്ഷയ്ക്ക് ആസ്പദമായിട്ടുള്ള
ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്ക് തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കുന്ന മഷിയെക്കുറിച്ചുള്ള പ്രവചനം. എല്ലാ പ്രവാചകന്മാരുണ്ട്, അത് എഴുതിയിട്ട് പുസ്തകമുണ്ട്. ഈ അബ്ബാസിയൻസ് ഒരു സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ അവർക്കൊരു പ്രവാചകനില്ല, അവർക്കൊരു പുസ്തകമില്ല. ഇതുണ്ടാക്കുന്ന പരിപാടിയാണ് 141 വർഷങ്ങൾക്ക് ശേഷം. After he was first introduced, yet 200 years after he supposedly lived. മരിച്ചതിന് ശേഷം 201 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഹിസ്റ്ററികൾ പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇതിന് റിലയബിളായിട്ട് വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കാൻ സാധിക്കും. നിങ്ങളുടെ 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോർ ഫാദേഴ്സ് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ? അവിടെ പേര് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ പാരൻസ് പറഞ്ഞെന്ന് പറയൂ. 2-3 ജനറേഷൻ നിങ്ങൾക്ക് ഒരു 200 വർഷങ്ങൾക്ക് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. ആരെങ്കിലും 200 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരോ ഗ്രാൻഡ് മദറിൻ്റെ പേരോ ഈ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്താൻ സാധിക്കുമോ? നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക. 200 വർഷങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു? ഗ്രാൻഡ് മദർ ആരായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 201 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ ഓറലായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഈ ക്രിറ്റിസിസങ്ങളെ കുറിച്ച് പറയാം, ടെക്സ്റ്റർ ക്രിറ്റിസിസം, സോഴ്സ് ക്രിറ്റിസിസം, ഡിഡാക്ഷൻ ക്രിറ്റിസിസം, അതുപോലെ തന്നെ പല ക്രിറ്റിസിസം ഞാൻ കുറച്ച് മാത്രമേ പറയുള്ളൂ. അത് മാത്രമേ, കാരണം സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദമായിട്ട് അനുഗ്രഹിക്കാം. ഞാൻ പറയുന്ന അങ്ങനെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആരോടും ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് അബൌട്ട് യുവർ ലൈഫ്, എറ്റേണൽ ലൈഫ്. നിങ്ങളുടെ സോളിനെ സംബന്ധിക്കുന്നതാണ്. ഇതിന്ന് വിട്ട ഒരു റിലീജിയൻ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. അതൊക്കെ വെറുതെ മതപുരോഹിതന്മാർ പോക്കറ്റ് അടിക്കുന്ന പരിപാടിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ പോക്കറ്റ് അടിക്കും, ചത്തു കഴിഞ്ഞാലും പോക്കറ്റ് അടിക്കും. ഇതിന്നൊക്കെ ബുദ്ധിപരമായി രക്ഷപ്രാപിക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളിത് കേട്ടിട്ട് ഒരുവിനെയും കൈയും കാലും വെട്ടാൻ പോകണ്ട. നിങ്ങളുടെ സ്കോളേഴ്സ്, പുരോഹിതന്മാർ, അവിടെ മേലിരിക്കുന്നവരെ ചോദ്യം ചെയ്യ്. എൻ്റെ പ്രാണൻ്റെ ആത്മാവ് രക്ഷയ്ക്കുമായി കാര്യം തരുന്ന നീ എൻ്റെ നിന്ന് പണം മേടിച്ച് തിന്നിട്ട് എൻ്റെ സോളിനെ കൊല്ലുകയാണോ ചെയ്യുന്നത്? നിനക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ലയോ? സത്യം പറയുന്ന എൻ്റെ കൈയും കാലം വെട്ടാൻ എന്തിനാ പോകുന്നേ? ഓക്കെ, ഇനി ഇത്തരം എഴുത്തുകാരെ എവിടെ നിന്നുണ്ടായി എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം. മക്ക മദീന സൗദിയുടെ ഏകദേശം മിഡിൽ വെസ്റ്റിലായിട്ടാണ് നമുക്ക് അറിയുന്നത്. ഈ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇബിൻ ഹിഷാം 201 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്നത്. അവൻ ജനിച്ചു വളർന്നത് കെയ്റോ, ഈജിപ്തിലെ കെയ്റോ എന്ന സ്ഥലത്തായിരുന്നു. എന്നാൽ ബസ്രയിലിരിക്കുന്ന, അതായത് ബാഗ്ദാദിൻ്റെ ബസ്രയിലിരിക്കുമ്പോഴാണ് അവൻ ഈ കാര്യം എഴുതുന്നത്. അതായത് 1200 മൈൽ ദൂരെ. അതായത് നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കും, നിങ്ങൾ ഇന്ന് 1200 മൈൽ ദൂരെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എത്ര അറിയാൻ സാധിക്കും? ഇന്ന് കാണുന്ന മാതിരി ഫ്ലൈറ്റോ ടെലികമ്മ്യൂണിക്കേഷൻ വാട്സപ്പോ ഇല്ല. ഏറ്റവും സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കുന്ന ഫ്ലൈറ്റ്, സൂപ്പർസോണിക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കുതിരയാണ്, അല്ലെങ്കിൽ അന്ന് കിട്ടുന്നത് ഒട്ടകമാണ്. കൊടും മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യണം. 1200 മൈൽ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. മറ്റൊരു കാര്യം, അൽ ബുഖാരി എന്ന് പറയുന്നത് സ്തോത്രം ഏകദേശം 2600 മൈൽ ദൂരെ അൽ ബുഖാരി ഇരുന്നത്, കസക്കിസ്ഥാനിൽ നിന്ന്. അടുത്തത് പറഞ്ഞ് തബ്രിക്, അതായത് അൽ ബുഖാരി എഴുതിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട് കൂടിയിരിക്കുന്ന ഹദീദ്, അതായത് മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന സേയിങ്സ് എഴുതി വച്ചിരിക്കുന്ന ആള് 2600 മൈൽ ദൂരെ. മറ്റ് അൽതാബരി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നത് 1700 മൈൽ ദൂരെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ 1600 മൈൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 1700 മൈൽ തബരിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുകയാണ്. ഈ വ്യക്തികൾ ആരും തന്നെ മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ മക്കയിൽ നിന്നോ അതിൻ്റെ പരിസരങ്ങളിൽ നിന്നുള്ളതല്ല. എന്നാൽ സുവിശേഷങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം അവന് സെയിങ്സ് ചെയ്തിരിക്കുന്ന അവനോട് കൂടെ യാത്ര ചെയ്തവരാണ്. അവൻ ഉദരത്തിൽ വഹിച്ചവളായി മറിയ ക്രൂശിൻ്റെ കീഴിലുണ്ടായിരുന്നു. 3.5 വർഷം അവനോട് കൂടെ ശുശ്രൂഷ ചെയ്ത യോഹന്നാൻ ക്രൂശിൻ്റെ കീഴിലുണ്ടായിരുന്നു. അവനെ തന്നെയാണ് ക്രൂശിച്ചിരുന്നത്. അവരും പറഞ്ഞിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ 6 ചരിത്രകാരന്മാർ, റോമൻ ചരിത്രക്കാർ, ഗ്രീക്ക് ചരിത്രകാരന്മാർ, ജൂവിഷ് ചരിത്രകാരൻ, ജൂസിഫിസ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് തെളിവുകളുണ്ട്. ഇവർക്ക് തെളിവുകൾ കാണിക്കാൻ സാധിക്കുമോ? ബ്രിങ് ദ പ്രൂഫ്. അവിടെ എഴുതിയിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് പ്രൂവ് ചെയ്യുന്നതായിരിക്കും. കൺക്ലൂഷൻ, നൺ ഓഫ് ദി ട്രഡീഷണൽ റൈറ്റേഴ്സ് ലിവ്ഡ് ഓർ വർക്ക്ഡ് ഇൻ മക്ക ഓർ മദീന. They were too far to the north of Makkah and came from the west and east of Baghdad. അപ്പോൾ നമ്മൾ ഇത് ക്ലെയിം ചെയ്യുന്നത്, അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ടും
3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്: ദ ബുക്ക് ഖുറാൻ, ദ മാൻ മുഹമ്മദ്, ദ പ്ലേസ് മക്ക. ഇത് 3നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 ഒരു മുക്കാലി സ്റ്റൂളത് പോലെ ഇരിക്കും. ഇതിൽ ഒരു കാലൊടിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു ബുക്ക് പറഞ്ഞിരുന്നതാണ്, ഇറ്റ് വാസ് എറ്റേണൽ ഇൻ ഹെവൻ ഇൻ ക്ലേ ടാബ്ലറ്റ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ദൈവം മാത്രമേ എറ്റേണൽ ഉള്ളൂ. അവന്റെ കൂടെ ഒരു ക്ലേ ടാബ്ലറ്റ് എറ്റേണൽ എന്ന് പറഞ്ഞാൽ അത് അൺക്രിയേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ക്യാൻ ഇറ്റ് ബി? നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നു. മാൻ മുഹമ്മദ് AD 570 തുടങ്ങി 632 വരെ മക്ക മദീന പ്ലേസിലുണ്ടായിരുന്നു. ദൈവത്തിന് 610 തുടങ്ങി റിവലേഷൻസ് കിട്ടി എന്ന് പറയുന്ന ലെറ്റസ് ഒക്കെ നമ്മുടെ പ്രാണിന്റെ ആത്മാവ് രക്ഷയുടെ വിഷയമാണ്. മുമ്പുള്ള എല്ലാ പ്രവചനങ്ങളും അത് കറക്റ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ലാസ്റ്റ് പ്രവചനം, ഇതാണ് ലാസ്റ്റ് പ്രവാചകൻ. ഓക്കെ, ബ്രിങ് ദ ട്രൂത്ത്. നമുക്ക് നമ്മുടെ ഇന്റലക്ട്, നമ്മുടെ സോളിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എവിഡൻസിലൊന്നും വിശ്വസിക്കുകയില്ല. ഇറ്റ് ഷുഡ് ഗെറ്റ് പ്രൂഫ്. ഞാൻ ബൈബിളിൽ അങ്ങനത്തെ ഒരു എപ്പിസോഡ് തന്നെ ചാനലിൽ നോക്കിയാൽ കാണാം. അതിനെക്കുറിച്ച് ഞാൻ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിഡൻസ് പലതും നമ്മൾ ടെമ്പററി വിശ്വസിക്കും. എന്നാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ അൺലെസ് അതർവൈസ് പ്രൂഫ്. ഈവൻ യേശു ക്രിസ്തുവിനെ തന്നെ പറയാം. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് ചരിത്രപരമായിട്ട് ബൈബിളിൽ നിന്ന്, പ്രസംഗങ്ങളിൽ നിന്ന്, മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളുടെ ബുദ്ധിയിൽ നിറയ്ക്കാം. പക്ഷേ നിങ്ങൾ അവന് പേഴ്സണലായിട്ട് അവനെ ഉയർത്തെന്നിട്ട് നിത്യമായി ജീവിച്ചിരിക്കുന്ന അവൻ വീണ്ടും വരും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അവനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രൂഫ്. നിങ്ങളത് വിശ്വസിച്ചിട്ടില്ല. ബുദ്ധിപരമായി അറിഞ്ഞു, ആ ബുദ്ധിയിലുള്ള അറിവിനെ നിങ്ങൾ വിശ്വസിച്ചു. പക്ഷെ ക്രിസ്തുവിലല്ല നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, ആ അറിവില്ല. ഓഫ് കോഴ്സ് ആ അറിവ് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവനിൽ വിശ്വസിക്കാൻ ആവശ്യമാണ്. ആ അറിവിൽ കൂടെ അവനെ വിശ്വസിച്ച് അവനെ ആശ്രയിക്കുന്നതാണ് വിശ്വാസം. അവനുമായിട്ട് നിങ്ങൾ ഒന്നായി ചേരുന്നതാണ് വിശ്വാസം. അനേക ക്രിസ്ത്യാനികൾക്കത് മനസ്സിലായിട്ടില്ല. അതായത് എവിഡൻസ് ഇസ് വൺ തിങ്, പ്രൂഫ് ഇസ് ഡിഫറെന്റ് തിങ്. ഡോക്ടറൈൻസോ റിലീജിയൻസോ തിയറികൾക്കോ ഒന്നിനും നിങ്ങൾ രക്ഷിക്കാൻ സാധ്യമല്ല അൺലെസ് അതർവൈസ് യു ബി വിത്ത് ക്രൈസ്റ്റ്. ഓൺലി ക്രൈസ്റ്റ് ക്യാൻ സേവ് യു, നത്തിങ് എൽസ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ടൊന്ന് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനോ ഫോർവേഡ് ചെയ്യാനോ നമുക്ക് ഈ സത്യം ഒന്ന് മനസ്സിലാക്കി ചിലരെങ്കിലും നമുക്ക് തന്നെ ഒന്ന് രക്ഷ പ്രാപിക്കണം, ചിലരെ രക്ഷിക്കാൻ നോക്കണം. നമ്മുടെ അടുത്ത തലമുറ ഇത്തരം ക്വസ്റ്റ്യൻസുമായിട്ട് ആരെങ്കിലും വന്നാൽ, നിങ്ങൾക്ക് UK കുറിച്ച് അറിയാമല്ലോ, അമേരിക്കയെ കുറിച്ച് അറിയാമോ, നാളെ നമ്മുടെ തലമുറകളെ ഡീവിയേറ്റ് ചെയ്ത് കളഞ്ഞാൽ, ഇതിനാണ് ഞാനിതെല്ലാം, എനിക്കിത്ര അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ വിശ്വാസികൾ ഉറപ്പിക്കുക, എർത്തുനിൽക്കുക. നിൽക്കുക. അതുപോലെ തന്നെ വ്യാജ നോഷൻസുമായി വരുന്ന വ്യാജധാരങ്ങളുമായി വരുന്നവരെ തച്ചുടയ്ക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.